സർക്കാരിന്റെ പുരസ്കാരം സ്വീകരിച്ചുകൊണ്ടായിരുന്നു മുന്തേട്ടൻ ഭരണാധികാരികളുടെ കൂടെ നിൽക്കണം എന്നുള്ള നടത്തിയത്. പക്ഷെ വലിയ വിമർശനം അതാണ്. അത് ആ വിമർശനം വന്നത് ഞാനിപ്പം പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കത്തോണ്ടാണ്. ഇപ്പൊ നമ്മൾ മാർക്കസിന്റെ കാര്യം, അല്ലെങ്കിൽ ഡെബ്രയുടെ കാര്യം, അല്ലെങ്കിൽ കുറെ കൂടി പുറകോട്ട് പോലെ പുഷ്കിന്റെ കാര്യം, അതറിയാത്തവരാണ് അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. പിന്നെ മറ്റൊരു വിധത്തിൽ കൂടി നമുക്ക് ഈ പ്രശ്നത്തെ സമീപിക്കാം. ഇപ്പൊ ഞാനിപ്പം ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഞാൻ വോട്ട് ചെയ്യുന്ന എന്തിനാണ്? ആ പാർട്ടിനെ ഞാൻ അധികാരത്തിൽ വരുത്താൻ വേണ്ടിയല്ലേ അല്ലെ? ഒരു പാർട്ടിക്ക് ഞാൻ വോട്ട് ചെയ്യുന്നത്, നിങ്ങൾ വോട്ട് ചെയ്യുന്നു. വോട്ട് ചെയ്യുന്നത് ആ പാർട്ടിയെ അധികാരത്തിൽ കൊണ്ടുവരാണ്, പിന്തുണയ്ക്കാം. അപ്പൊ പിന്തുണക്കാം. അപ്പം അങ്ങനെ ഞാൻ വോട്ട് ചെയ്ത പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ ഞാൻ ആ സർക്കാരിന്റെ കൂടെ നിൽക്കാൻ പാടില്ലെന്ന് ഇങ്ങനെ പറയാ. അതിലൊരു വൈരുദ്ധ്യം ഇല്ലേ? ഞാൻ വോട്ട് ചെയ്ത പാർട്ടി, ഞാനൊരു പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നു. ഞാൻ വോട്ട് ചെയ്തത് ആ പാർട്ടി സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ആ പാർട്ടി അങ്ങനെ സർക്കാർ ഉണ്ടാക്കുന്നു. അപ്പൊ ഞാൻ കൂടെ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിലൊരു കള്ളത്തരമാണ്. അത് ഒരു ക്ലിഷയാണ്. അധികാരത്തിന്റെ കൂടെ നിൽക്കരുത് എഴുത്തുകാരെന്ന് പറയുന്നത് ഒരു ക്ലിഷയാണ്. അത് ഇങ്ങനെ തുരുമ്പ് പിടിച്ച് യഥാർത്ഥത്തിലുള്ളതുമല്ല. അല്ല. പിന്നെ അധികാരത്തിലുള്ളവർ, ഇപ്പൊ ഞാനിങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം സാഹിത്യ അക്കാദമിയിൽ ഇപ്പം ഞാൻ പ്രസിഡന്റ് ആയപ്പോൾ പറഞ്ഞു നമുക്ക് തന്നെ അധികാരത്തിന്റെ കൂടെ നിൽക്കാൻ. അപ്പൊ അവിടെയും നമുക്ക് ചോദ്യം ചോദിക്കാം, ഒരു സാഹിത്യ അക്കാദമിന്റെ പ്രസിഡന്റായിട്ട് ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ പിന്നെ ആരാണ് വരേണ്ടത് അല്ലേ? ആരാണ് പിന്നെ അവിടെ വരേണ്ടതെന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിനാരും ഞാൻ ചോദ്യം പബ്ലിക് ചോദിച്ചിട്ടുണ്ട്, ആരും എനിക്ക് മറുപടി തന്നിട്ടില്ല. അപ്പൊ ഈ തുരുമ്പ് പിടിച്ച ഇതാണ് കാഴ്ചപ്പാടുകൾ, ആശയങ്ങളാണ് ഇന്നുള്ളത്. നമ്മളത് പൂർണ്ണമായിട്ട് ക്ലിഷയായി മാറിയിട്ടുള്ള അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. നമ്മുടെ പല എഴുത്തുകാരും പിന്നെ ആ ക്ലിഷ ഇങ്ങനെ ആവർത്തിക്കാണ്. പക്ഷേ മുന്തേട്ടാ, നമുക്കിപ്പോ നമ്മുടെ മനസ്സിലുള്ള ഒരു ആശയം ഉണ്ടാവുമല്ലോ, രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആശയം ഉണ്ടാവും. എന്തായാലും രാഷ്ട്രീയ പാർട്ടി ഒരു പക്ഷെ ഉണ്ടാവില്ല, ഒരു ആശയധാര ഉണ്ടാവും. ആ ആശയത്തിനോട് ചേർന്ന് നിൽക്കുന്ന അധികാരത്തിന്റെ കൂടെയല്ലേ നിൽക്കാൻ പറ്റില്ല. ഇപ്പം ഒരു ഹിന്ദു തീവ്രവാദികൾ ഭരിക്കുമ്പോൾ അതിന്റെ കൂടെ ചിലപ്പം മൂന്നേട്ടന് നിൽക്കാൻ പറ്റുമല്ലോ അറിയില്ല. ഞാൻ പറഞ്ഞത് തിരുത്തൽ ശക്തിയാണെന്ന് പറഞ്ഞ അതാണ്. ഇപ്പൊ ഞാൻ സാധാരണ ഞാൻ പറഞ്ഞില്ലേ, ഇടതുപക്ഷത്തിനോട് നടക്കുമ്പോഴും പിന്നെ എനിക്ക് വിയോജിപ്പുകളുണ്ടാകുമ്പോൾ ഞാൻ അകലുന്നു. ഇത് തന്നെ എനിക്ക് ഒരു സർക്കാരിന്റെ കാര്യത്തിലും പറയാം, ഞാനൊരു സർക്കാരിന്റെ കൂടെ നിൽക്കുന്നു. സർക്കാരിൽ എനിക്ക് വിയോജിപ്പ് ഉണ്ടാകുമ്പോൾ എനിക്ക് വിമർശിക്കാൻ വരെ, അല്ലാതെ ആ സർക്കാരിനെ ഉപേക്ഷിക്കണമെന്നില്ല. അപ്പം ഒരു സർക്കാർ തെറ്റായ വഴിയിൽ കൂടെ പോകുമ്പോൾ ഞാൻ ആ സർക്കാരിനെ ഉപേക്ഷിക്കല്ലേ ചെയ്യേണ്ടത്. കാരണം എന്റെ വോട്ട് കൊണ്ടാണ് അവർ സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഞാൻ കൊടുത്ത വോട്ടാണ്. അല്ലെങ്കിൽ ശരിയായ വഴിയിൽ അപ്പം അവരെ അതിന് സർക്കാരിനെ നേരെ നടത്തണമെങ്കിൽ എഴുത്തുകാർ സർക്കാരിന്റെ കൂടെ ഉണ്ടാകണം കേട്ടോ. അത് പക്ഷെങ്കിൽ ഞാനീ പറഞ്ഞ പോലെ ആളുകൾ ഒരു ആ കൃഷി ആവർത്തിക്കുന്ന കൃഷി, ഞാനിപ്പോ ഇതിനൊന്നും മറുപടി പറയാറില്ല. വളരെ പിന്നെ പറയാൻ വളരെ എളുപ്പമാണ്. എഴുത്തുകാരൻ പിന്നെ അധികാരവർഗത്തിന്റെ കൂടെ നിൽക്കരുത്. അപ്പം ആരാണ്? എല്ലാവരും പിന്നെ സർക്കാരിന്റെ കൂടെ നിൽക്കുന്നവരല്ലേ? സർക്കാരിന്റെ ഇപ്പൊ നമ്മളിപ്പോ ഒരു സാധാരണ ഒരു ഉദ്യോഗസ്ഥൻ, ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അയാൾ സർക്കാരിന്റെ കൂടെ നിൽക്കുന്നല്ലോ, സർക്കാരിന്റെ ശമ്പളം വാങ്ങുന്നവരല്ലേ. അപ്പൊ എല്ലാവരും തന്നെ അപ്പൊ സർക്കാർ എന്നുള്ളത് സർക്കാരാണ് കേട്ടോ. അതിനെ നമ്മൾ വിമർശിക്കാം, പക്ഷെ അതിനെ നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല. സർക്കാരിനെ ഉപേക്ഷിക്കുന്നത് ജനാധിപത്യ വിരുദ്ധതയാണ്. നമ്മൾ വോട്ട് നൽകി അധികാരത്തിൽ വന്ന ഒരു സർക്കാരിനെ നമ്മൾ ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ നിന്നുള്ള ആ മൂല്യങ്ങളെ തന്നെ നിരസിക്കുകയാണ് ചെയ്യുന്നത്. ഉപേക്ഷിക്കല്ല ചെയ്യേണ്ടത് കേട്ടോ. നമ്മൾ തിരഞ്ഞെടുത്ത, നമ്മൾ വോട്ട് ചെയ്ത് വന്ന അധികാരത്തിൽ വന്ന ആ സർക്കാരിനെ നമുക്ക് ഉപേക്ഷിക്കല്ല ചെയ്യേണ്ടത്. അതിനെ തിരുത്താനാണ് ശ്രമിക്കേണ്ടത്. അവർക്ക് തെറ്റ് പറ്റുമ്പോൾ തിരുത്താൻ. ഇപ്പൊ ഉപേക്ഷിക്കുകയാണെങ്കിൽ അവരിൽ നിന്ന് അങ്ങനെയാണ് പിന്നെ ഞാൻ വോട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ എന്തിനാണ് വോട്ട് ചെയ്ത് കേട്ടോ. ഞാനും നിങ്ങളും എന്തിനാണ് വോട്ട് ചെയ്ത്? നമ്മൾ വോട്ട് ചെയ്ത് ആ പാർട്ടി അധികാരത്തിൽ വരുന്നു, ആ പാർട്ടി കൂടെ നമ്മൾ നടക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അത് ഒട്ടും യുക്തിക്ക് നിരക്കാത്തതാണ്. അപ്പം ഈ ക്ലിഷയാണത് എല്ലായിടത്തും. അതിനപ്പുറത്തേക്ക് ഈ ക്ലിഷയെ ഉപേക്ഷിച്ച് സ്വതന്ത്രമായി ചിന്തിക്കാൻ അതിന് മറ്റൊരു കാരണം വളരെ എളുപ്പമാണിത്. എഴുത്തുകാരൻ അധികാരത്തിന്റെ കൂടെ നടക്കരുത് പറയുമ്പോൾ എളുപ്പമാണ് കേട്ടോ. കയ്യടി കിട്ടുന്ന ഒന്നാണത് കേട്ടോ. ഞാനിപ്പോ പറയുന്നത് ഞാൻ സർക്കാരിന്റെ ഭാഗത്തല്ല, ഞാൻ അധികാരത്തിന്റെ ഭാഗത്തല്ല, എനിക്ക് കയ്യടി കിട്ടും. അപ്പൊ എളുപ്പത്തിൽ കയ്യടി കിട്ടാനുള്ള ഒന്നാണിത്. എഴുത്തുകാർ സർക്കാരിന്റെ കൂടെ നടക്കാൻ പാടില്ല എന്നുള്ളത്. സർക്കാർ എന്താണെന്നുള്ളതോ അല്ലെങ്കിൽ എന്താണ് പിന്നെ നമ്മൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചുള്ള ചിന്തകളൊന്നുമില്ല. ഞാൻ പറഞ്ഞ 2-3 ഉദാഹരണങ്ങൾ തന്നെ മതി. മിഷൽ ദെബ്രെ അല്ലെങ്കിൽ മാർക്കസ് അല്ലെങ്കിൽ പുഷ്കിൻ, ഇങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ വേറെ ഉണ്ട്.
അപ്പൊ അങ്ങനെ കിട്ടുന്ന കയ്യടി എനിക്ക് വേണ്ടെന്നാണ്. ആ കയ്യടി വേണ്ട കേട്ടോ. ഞാൻ കലയിക്കുന്ന ഒരാളാണ്. ഇപ്പൊ ഞാൻ ആദ്യം മുതലേ കലയിക്കുന്നുണ്ടാണ്. അപ്പം കേശവന്റെ വിലാപങ്ങൾ എഴുതി, പിന്നെ അങ്ങനെ പിന്നെ ഞാനങ്ങനെ ദുർബലനാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എനിക്കുള്ള വിയോജിപ്പ് ഞാൻ പറയട്ടെ. മറ്റൊരു നല്ലൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം ഞാൻ അക്കാഡമിയിലിരിക്കുന്ന കാലത്തല്ല, അക്കാഡമിയുടെ ആ ശ്രേണി അനുസരിച്ചിട്ട് ഏറ്റവും മുകളിലുള്ളത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി, പിന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രി, അതിന്റെ താഴെയാണ് അധ്യക്ഷൻ. ഞാനവിടെ അധ്യക്ഷനായിരിക്കുമ്പോഴും മുഖ്യമന്ത്രിയെ വിമർശിച്ചിട്ടുണ്ട്. പിന്നീട് എങ്ങനെയാ ഞാൻ പിന്നെ അധികാരത്തിന്റെ കൂടെയുള്ള ഏറ്റവും നല്ല എക്സാമ്പിളാണത്. നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉപേക്ഷിക്കരുത്, കൂടെ നിൽക്കുക, വിമർശിക്കുന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണിത്. അക്കാദമി അധ്യക്ഷനായിരിക്കുമ്പോൾ തന്നെ അതിന്റെ മുകളിലുള്ള മുഖ്യമന്ത്രി വിമർശിക്കുക എന്നുള്ളത്, അതാണ് ചെയ്യേണ്ടത്. അതായത് ഞാൻ അക്കാദമിയെ ഉപേക്ഷിച്ചിട്ട് പോവുകയല്ലേ ചെയ്യേണ്ടത്. ഇതാണ് എന്റെ കാഴ്ചപ്പാട്. കലഹിച്ചുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കുക. അപ്പം കയ്യടി വേണ്ട, കാര്യം പറയണം. ഈ മുകുന്ദേട്ടൻ നമ്മൾ കാലത്തിനെ പറ്റി പറഞ്ഞല്ലോ, കാലത്തിന്റെ മാറ്റത്തിനെ കുറിച്ച്. അപ്പം മുകുന്ദേട്ടൻ അന്ന് എഴുതിയൊരു കാലത്ത് അത് ആളുകളിലേക്ക് എത്താനുള്ള ഒരേ ഒരു സാധ്യത, അത് ഈ പബ്ലിഷ് ചെയ്യുന്ന പബ്ലിഷർ പല സ്ഥലങ്ങളിലായിട്ട് കടകളിലോ പുസ്തകോത്സവങ്ങളിലോ കൊണ്ടുവച്ച് വെക്കുക, എന്നിട്ട് അവിടെ നിന്ന് വാങ്ങി വായിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇപ്പോഴത്തേക്ക് അത് കാലം മാറി. ഇപ്പം എഴുതുന്ന ഒരു എഴുത്തുകാരൻ അത് ഓൺലൈനായിട്ട് വായിക്കപ്പെടുന്നു. പത്രങ്ങളിൽ വരുന്ന സാധനങ്ങൾ പോലും ഓൺലൈനായിട്ട് അത് വിൽക്കപ്പെടുന്നുണ്ട് പല രീതിയിൽ, അല്ലെങ്കിൽ ആളുകളെ കാണുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു മാറ്റം സംഭവിച്ചപ്പോൾ എഴുത്തുകാർക്ക് എന്ത് മാറ്റം സംഭവിച്ചു? ഇപ്പം എഴുത്തിൽ തന്നെ ഇപ്പം പുതിയ തലമുറയുള്ള കുറെ നോവലുകളൊക്കെ, സിനിമാറ്റിക് നോവൽ എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ മുതിർന്ന എഴുത്തുകാർ അതിനെ വിമർശിക്കുന്നുണ്ട്. അതങ്ങനെയല്ല എഴുത്ത് വേണ്ടത്, ഇങ്ങനെയാണ് വേണ്ടത്. മുകുന്ദേട്ടൻ എന്താ തോന്നുന്നത്? എഴുത്തിന് ഇങ്ങനെ ഒരു വട്ടമുണ്ടോ, അല്ലെങ്കിൽ വട്ടം ഉണ്ടാക്കേണ്ടതുണ്ടോ? അല്ല, എഴുത്തിൽ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ പഴയകാലത്ത് പിന്നെ ഒരു നോവൽ എഴുതിയാൽ അത് പ്രസാധകൻ കൊടുത്തു, അച്ചടിച്ച്, പിന്നെ എഴുത്തുകാരന്റെ ജോലി കഴിച്ചു. ഇപ്പോഴങ്ങനെയല്ല. ഈ നോവലിനെ മാർക്കറ്റ് ചെയ്യാനുള്ള പല പല വഴികൾ പ്രസാധകർ പിന്നെ കണ്ടെത്തും. ഇപ്പോൾ എഴുത്തുകാരൻ അതിന് കൂടെ നിൽക്കണം. ഇപ്പം ഞാൻ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഞാൻ അകലിയായിരുന്നു. ഞാൻ ഒട്ടും സജീവമായിരുന്നില്ല കേട്ടോ. അത് പിന്നെ എനിക്ക് അക്കൗണ്ട് ഉണ്ടെന്ന്, ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു, ഇൻസ്റ്റാഗ്രാമിലുണ്ടായിരുന്നില്ല. അപ്പോഴാണ് പിന്നെ എൻ്റെ പ്രസാധകർ തന്നെ എന്നോട് പറഞ്ഞു ഇതിൽ സജീവമാകണം. കാരണം അത് അങ്ങനെയാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് തുടങ്ങുന്നതും. അപ്പം അതിൽ തെറ്റില്ല എന്നാണ്. കാരണം ഓരോ കാലത്തും ഉണ്ടല്ലോ, നമുക്ക് ഒരു പഴയ കാലത്ത്, ഇപ്പം ഏറ്റവും പഴയ കാലത്താണ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് കടലാസില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നില്ല. എഴുത്തോലയിൽ എഴുതിയ അപ്പൊ എഴുത്തോലയിൽ എഴുതിയിരുന്ന ഒരു കാലത്ത് കടലാസ് തോന്നപ്പോൾ കടലാസ് വേണ്ട, നമുക്ക് എഴുത്തോലയിൽ തന്നെ എഴുതാം എന്ന് അങ്ങനെ ആരും പറഞ്ഞില്ല, പറയാൻ സാധിക്കില്ല. അപ്പൊ കടലാസിന്റെ കാലവും ഇപ്പം കഴിഞ്ഞു. നമ്മൾ സോഷ്യൽ മീഡിയയ്ക്ക് വരുന്നു, എല്ലാം വെർച്വലായി മാറുമ്പോൾ അതിനെ നമ്മൾ സ്വീകരിക്കണം. എങ്ങനെ എഴുത്തോലയിൽ നിന്ന് കടലാസിലേക്ക് പോയി, അതേപോലെ കടലാസിൽ നിന്ന് നമ്മൾ ഈ വെർച്വൽ ലോകത്തിലേക്ക് പോകണം. പിന്നീട് മറ്റൊന്ന് നമ്മളിപ്പോൾ പറഞ്ഞ ഈ സാഹിത്യം ഏറ്റവും കൂടുതൽ ഇപ്പോൾ വായിക്കപ്പെടുന്നത്, നമ്മൾ പഴയ കാലത്താണെങ്കിൽ നമ്മൾ പൈങ്കിളി എന്നൊക്കെ പറയും. അങ്ങനെയുള്ള പിന്നെ കൃതികളാണ് ഇപ്പം കൂടുതൽ വായിക്കപ്പെടുന്നത്. പക്ഷെ ഒരു കാലത്ത് നമ്മൾ അങ്ങനെ പിന്നെ ഇപ്പം മുട്ടത്തുറക്കിനൊക്കെ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്, പിന്നെ പൈങ്കിളി സാഹിത്യകാരൻ. പക്ഷെ ഇന്ന് പൈങ്കിളി സാഹിത്യം എഴുതുമ്പോൾ ആ സാഹിത്യകാരിയെ നമ്മൾ ആഘോഷിക്കുകയാണ് ചെയ്യുന്നത്. മുട്ടത്തുറക്കിയുടെ കാലത്ത് മുട്ടത്തുറക്കിയ പൈങ്കിളി എഴുത്തുകാരെന്ന് പറഞ്ഞാൽ അടുത്ത് പോകാൻ പാടില്ല. പക്ഷെ ഇന്ന് അതേപോലെ സാഹിത്യം എഴുതുന്നവരെ നമ്മൾ ആഘോഷിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് കാലം വരുത്തിയിട്ടുള്ള മറ്റൊരു മാറ്റം. അപ്പം അവർ അങ്ങനെയുള്ള എഴുത്തിന് പിന്നെ വായനക്കാരുണ്ടാകുന്നതന്നെ സോഷ്യൽ മീഡിയ കൂടിയാണ്. ഇപ്പം പുതിയ എഴുത്തുകാർ പിന്നെ അധികവും ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ വന്നിട്ടുള്ളവരാണ്. അത് പ്രസാധകരുടെ ഭാഗത്തു നിന്നുള്ള ശ്രമവുമുണ്ട്. പക്ഷെ പ്രസാധകർ ഇപ്പം നമ്മൾ ഈ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും എതിർക്കും. അത് നേരത്തെ പറഞ്ഞല്ല, മറ്റൊരു കൃഷിയാണ്. നമ്മൾ എഴുതുന്നത് എന്തിനാണ്? പുസ്തകം ആളുകൾ വായിക്കുന്ന പുസ്തകത്തെ വായനക്കാരെ കയ്യിൽ എത്തിക്കുന്നതിനാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ആളുകൾ പുസ്തകം വായിക്കണം, അതേസമയത്ത് തന്നെ മാർക്കറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോഴോ ഇത് നിരന്തരമായിട്ട് നമ്മൾ കൃഷികൾ ആവർത്തിക്കുകയാണ്. മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഷോക്കാണ്. പക്ഷെ ഈ മാർക്കറ്റാണ് നമ്മുടെ പുസ്തകം വായനക്കാരെ കയ്യിൽ എത്തിക്കുന്നത്. പക്ഷെ മാർക്കറ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ ഈ നമ്മളിപ്പം മുതിർന്ന പൈങ്കിളി എന്ന് പറഞ്ഞിട്ടുള്ള നോവലുകൾ
50,000 60,000 കോപ്പികൾ വിറ്റ ആള് വായിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ അത് സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ തെറ്റുണ്ടോ? തെറ്റില്ല. കാരണം ഒരു കാലത്ത് നമ്മൾ പൈങ്കിളി എഴുത്തുകാരെന്ന് പറഞ്ഞവർ ഒരുപാട് പിന്നെ വലിയ മുഖ്യധാര എഴുത്തുകാരെക്കാൾ കൂടുതൽ വായിക്കപ്പെട്ടത് അവരായിരുന്നു കേട്ടോ. പക്ഷെ അന്ന് അവരെ ആരും ആഘോഷിച്ചിട്ടില്ല, അവർ താരങ്ങളായിരുന്നില്ല. പക്ഷെ ഇന്ന് അവർ താരങ്ങളായി മാറി. അതിലിപ്പോ മുതിർന്ന എഴുത്തുകാർക്ക് അസൂയൊക്കെ ഉണ്ടാവും, പിന്നെ പലരും. കാരണം ഏതെങ്കിലും ഒരു എഴുത്തുകാരൻ, മുതിർന്ന ഒരു എഴുത്തുകാരൻ്റെ കൃതികള് ഇപ്പൊ നമ്മൾ ഖസാക്കിന്റെ ഇതിഹാസം എടുത്തു നോക്കുക. ഇപ്പൊ ഖസാക്കിന്റെ ഇതിഹാസം വിറ്റതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ്. അതെ, ഖസാക്കിന്റെ ഇതിഹാസം വേണമെങ്കിൽ കഴിഞ്ഞ ഒരു 50 വർഷത്തിനുള്ളിൽ പിന്നെ വിറ്റതിനേക്കാൾ കൂടുതൽ പുസ്തകം ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ എഴുത്തുകാരൻ്റെ ഒറ്റ കൊല്ലം കൊണ്ട് വിൽക്കുകയാണ്, ലക്ഷക്കണക്കിന് കോപ്പികൾ. അതിൽ അസൂയപ്പെട്ടിട്ട് വല്ലതല്ല. ഞാനതിനെ പിന്നെ പോസിറ്റീവായിട്ട് കാണുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വായനാശീലം വർദ്ധിപ്പിക്കുന്നുണ്ട്. പുതിയ പിന്നെ ഈ IT ലോകത്തിലൊക്കെയുള്ള കുട്ടികളുണ്ടല്ലോ, ഈ പുതിയ തലമുറ, അവർ ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ ഒരുപാട് വായിക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ അവർ സജീവമാണ്, പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. അത് അവർക്ക് പിന്നെ ഒരു വായനാശീലം, അവരിലൊരു വായനാശീലം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഏതൊരു ഭാഷയിലും പിന്നെ വലിയ എഴുത്തുകാരുണ്ടാവും, അവർക്ക് പിന്നെ ചുറ്റും ഇതുപോലുള്ള പോപ്പുലർ എഴുത്തുകാരുണ്ടാവും, ജനീയരൊക്കെ എഴുത്തുകാർ. അത് എല്ലാ ഭാഷയിലും എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പം നമ്മുടെയൊക്കെ മുമ്പിലുള്ള ഒരു ചോയ്സ് ഉണ്ട് നമുക്ക്. അത് ഇതുപോലുള്ള ഈ പോപ്പുലർ സാഹിത്യം എഴുതിയിട്ട് ലക്ഷക്കണക്കിന് കോപ്പികൾ വിൽക്കണം, അതിന്റെ പിന്നെ ഒരുപാട് പൈസ കിട്ടും, അതൊക്കെ വേണോ, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ തുടർന്ന വഴി, ഇതുവരെ എഴുതി വന്ന വഴി ഉണ്ടല്ലോ, ആ വഴിയിൽ പിന്നെ. അപ്പൊ ഇത് രണ്ടുമുള്ള വ്യത്യാസം എന്ന് പറയും. പുതിയ തലമുറയുടെ പിന്നെ എഴുത്തും ഉയർച്ചയും പെട്ടെന്നാണ്, പെട്ടെന്ന് അവരങ്ങോട്ട് പോകണം. മറ്റേ എന്റെ എല്ലാം തലമുറയിലെ എഴുത്തുകാർ ഞങ്ങൾ കുറേശ്ശെ വർഷങ്ങളായിട്ടാണ് പടിപടിയായിട്ട് ഇങ്ങനെ ഒരു ബ്രിക്ക് കല്ല് വെച്ചിട്ട് ഒരു വലിയൊരു അടുപ്പുണ്ടാക്കുന്നതല്ല. മറ്റവരെങ്ങനെയല്ല, റെഡിമെയ്ഡ് സാധനമാണ്. ഇപ്പോഴത്തെ എഴുത്തുകാരുടെ പിന്നെ അത് ഒരു പ്രീ ഫാബ്രിക്കേറ്റഡ്, നേരത്തെ നിർമ്മിച്ചിട്ടുള്ള സാധനത്തിന് കൊണ്ടുപോയി വെക്കുകയാണ്. അതാണ് വ്യത്യാസം. പക്ഷെ എനിക്ക് പിന്നെ അങ്ങനെ പുതിയ തലമുറ എഴുതി വരുന്നതിൽ സന്തോഷമുള്ളൂ. അവർ എഴുതിട്ട് പ്രത്യേകിച്ച് അതുകൊണ്ടുള്ളൊരു ഗുണം വായനാശീലം ഉണ്ടാക്കുന്നുണ്ട് പുതിയ തലമുറയിൽ. അല്ലെങ്കിൽ അവർ പുസ്തകം വായിക്കില്ല. എല്ലാതരം എഴുത്തും സംഭവിക്കട്ടെ. പിന്നെ മറ്റൊന്നു കൂടിയുണ്ട്, നമ്മൾ ഈ പുതിയ എഴുത്തുകാരുടെ കൃതികൾ ഇത്ര വായിക്കപ്പെടാനുള്ള ഒരു കാരണം അവർ പുതിയ കാലത്തെക്കുറിച്ചാണ് പറയുന്നത്. പുതിയ കാലത്തെക്കുറിച്ചും പുതിയ ചെറുപ്പക്കാർ, അവരുടെ ജീവിതം, അവരുടെ ഭാഷ, അതൊക്കെയാണ് ഈ പുതിയ എഴുത്തുകാരിലുള്ളത്. പക്ഷെ മുതിർന്ന എഴുത്തുകാർ ഇപ്പോഴും ചരിത്രത്തിന്റെ ഭാരം താങ്ങി നടക്കുകയാണ്, ചരിത്രത്തെ കൊണ്ട് നടക്കുകയാണ് നമ്മൾ, നവോത്ഥാനങ്ങളും ചരിത്രവും. അപ്പൊ അത് ചെറുപ്പക്കാർ ചിലപ്പോൾ വായിക്കില്ല എന്ന് വരും. പെട്ടെന്ന് തന്നെ ഈ കുറേ ചെറുപ്പക്കാർ നോവലിലേക്ക് വരാനുള്ള ഒരു കാരണം അവരെ തന്നെ ഈ നോവലിൽ കാണുകയാണ് ചെയ്യുന്നത്, അവരുടെ ഭാഷ. ഇപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് ചില ചെറുപ്പക്കാർക്ക്, അവർക്ക് എവിടെയാണ്, ഞാൻ ഒരു മാക്ഡൊണാൾഡിൽ എവിടെയെന്ന് ഒരു പെൺകുട്ടി പെട്ടെന്ന് പറഞ്ഞിട്ട് ഹോളി ഷീറ്റ് എന്ന് ഒരു മലയാളി പെണ്ണ് പറയാണ്. ഇത് അമേരിക്കയിലുള്ള ടീനേജർ പെൺകുട്ടികൾ പറയുന്ന ഭാഷയാണ് ഹോളി ഷീറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അത് പെട്ടെന്ന് പറയാണ് ഹോളി ഷീറ്റ് എന്നത്. അപ്പം അതാണ് പുതിയ തലമുറ. ഇപ്പൊ അവരോട് നമ്മൾ പഴയ കാലത്തെക്കുറിച്ച് പറഞ്ഞാൽ, അപ്പൊ അവരോട് സംവദിക്കണമെങ്കിൽ പുതിയ തലമുറ പിന്നെ IT രംഗത്തൊക്കെയുള്ള ഈ പുതിയ ആൺകുട്ടികളും പെൺകുട്ടികളോടും സംവദിക്കണമെങ്കിൽ നമ്മൾ അവരുടെ ഭാഷയിൽ, നമ്മൾ പൈങ്കിളി സാഹിത്യം ഉയർന്നല്ല പറയുന്നത് കേട്ടോ. നമ്മൾ എഴുതുന്നത് അവർക്ക് മനസ്സിലാകുന്ന, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, കണക്ട് ചെയ്യുന്ന ഒരു ഭാഷ നമ്മൾ ഉണ്ടാക്കണം, അതിന് ശ്രമിക്കണം. ഇപ്പം ചരിത്രത്തെ ഞാൻ തള്ളിപ്പറയുന്നല്ല, നമ്മൾ ചരിത്രത്തിന് മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്, അത് നമ്മുടെ അസ്ഥിവാരമാണ്. പക്ഷെ അത് മാത്രം പോരാ, അത് മാറ്റങ്ങളെ നമ്മൾ ഉൾക്കൊള്ളണം. ഭാഷ മാറുന്നു, ആശയങ്ങൾ മാറുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്കൊന്ന് പുതിയ എഴുത്തുകാർ, ഈ പഴയ എഴുത്തുകാർക്ക് പുതിയ ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരിക്കാണ്, ഇതിനെ കൂടി ഉൾക്കൊള്ളാൻ. അവര് ഈ പുതിയ എഴുത്തുകാരിൽ നിന്ന് പഴയ എഴുത്തുകാർ പലതും പഠിക്കാനുണ്ട് എന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. ഈ മൂന്നേട്ടൻ വളരെ സജീവമായോ സോഷ്യൽ മീഡിയയിലൊക്കെ? കുറെ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാനിപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഒന്നുമില്ല, ഞാൻ ഡെയിലി നോക്കും. പിന്നെ ഞാൻ എന്റേത് തന്നെ പോസ്റ്റ് ചെയ്യുന്നത് അപൂർവമാണ്. പക്ഷെ മറ്റുള്ളവർ പോസ്റ്റ് ചെയ്യുമല്ലോ, റീൽസ് ഒക്കെ മറ്റുള്ളവർ ഇപ്പൊ എന്റെ പുസ്തകങ്ങളെ കുറിച്ചൊക്കെ അവര് പോസ്റ്റ് ചെയ്യുമ്പോൾ ഞാനത് ഷെയർ ചെയ്യും. അപ്പൊ ചിലത് അത്ഭുതം എന്ന് പറയുന്നത്, പഴയ പുസ്തകമൊക്കെ ഉണ്ട്. എന്റെ ആദ്യത്തെ ഒരു നോവലുണ്ട്, ആകാശത്തിന് യോട്ടിൽ. എല്ലാവരും മറന്നുപോയ ഒരു നോവലാണ്, ആദ്യത്തെ നോവൽ പബ്ലിഷ് ചെയ്ത്. അത് ഒരാൾ പോസ്റ്റ്, ഒരു റീൽ ഉണ്ടാക്കിയിട്ട് ഒരു വായനക്കാരൻ, ഞാൻ അത്ഭുതപ്പെട്ടു പോയി.
കേട്ടോ. അതിൻ്റെ അർത്ഥം അവർ വായിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇതൊക്കെ കണ്ടെത്തുന്നുണ്ട്, വായിക്കുന്നുണ്ട്, എന്നിട്ട് അതിന് ഒരുപാട് പേര് ലൈക്ക് അടിക്കുന്നു. അപ്പൊ ഈ മറന്നുപോയ ഒരു പുസ്തകത്തെ ഒരു പുതിയ കാലത്തെ ഒരു ചെറുപ്പക്കാരൻ കണ്ടെത്തുകയും അതിനൊരു റീൽ ഉണ്ടാക്കി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയും കുറെ പേര് അത് കണ്ടിട്ട് ലൈക്ക് അടിക്കുകയും ചെയ്യുമ്പോൾ അത് വളരെ പോസിറ്റീവായിട്ടൊരു സംഗതിയാണ് അത്. പണ്ട് കത്തുകൾ കിട്ടുന്ന പോലെ. അപ്പം എന്താ പറയുക, കാലം നമ്മുടെയൊക്കെ മുമ്പിലുള്ള വലിയൊരു വെല്ലുവിളി ഈ മാറ്റങ്ങൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അപ്പം മലയാളികളിൽ പൊതുവെ നമ്മൾ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നവരാണ്. പക്ഷെ ചിലർക്ക് ചില ശാഠ്യങ്ങളുണ്ട്. അവർക്ക് മാറ്റങ്ങൾ വേണ്ട. അവരാണ് ഈ ക്ലിഷേ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. എല്ലാം തന്നെ നമ്മളെ ഇപ്പൊ ഈ മാറിയ കാലത്ത് ഇനി പ്രത്യേകിച്ചിട്ട് നിർമ്മിത ബുദ്ധിയുടെ ഒരു കാലമാണ്. ഈ കാലത്ത് ഇരുന്നുകൊണ്ട് പഴയ കാഴ്ചപ്പാടുകളുണ്ടല്ലേ, ഈ സാഹിത്യത്തെയും അധികാരത്തെയും ഒന്നും നമുക്ക് വിലയിരുത്താൻ സാധിക്കില്ല. ഇനി അധികാരം എന്നുള്ളത് തന്നെ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, അത് അധികാരം എന്നുള്ളത് നെഗറ്റീവായിട്ട് സംഗതിയല്ല. അധികാരം ഇപ്പൊ ദൈവം പോലും ഉണ്ടല്ലോ, ദൈവത്തെ നമുക്ക് നെഗറ്റീവായിട്ട് കാണാൻ പറ്റുമോ? അധികാരം എന്നുള്ളത് ഒരു സംവിധാനമാണ്. സർക്കാരുണ്ടല്ലോ നീതി നടപ്പിലാക്കാനും നമ്മുടെ സമൂഹത്തിന് കേട്ടോ നമുക്ക് മെച്ചപ്പെട്ടൊരു ജീവിതം നൽകുവാനൊക്കെ. അപ്പൊ ആ സർക്കാരിനെ തള്ളിപ്പറയുന്നതിന് പകരം തിരുത്തുക, അവരാ വഴികാട്ടുക. വായനക്കാരൻ ഒരു അധ്യാപകനാണ്, പഴയകാലത്ത് അധ്യാപക കയ്യിലൊരു ചുരുളുമായിട്ട്, എന്നിട്ട് സർക്കാരിനെ തല്ലി നേരെയാക്കണം. അല്ലാതെ സർക്കാരിനെ ഉപേക്ഷിച്ച് കളയരുത്. ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ ആരാണ് നമ്മുടെ കാര്യങ്ങൾ നോക്കുക? ചൂണ്ടിക്കാണിക്കണം.